സാക്ഷ്യം എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ നിങ്ങൾ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ഇത്തവണ. സാക്ഷ്യത്തിൽ പഴയതുപോലെ തന്നെ 6 സൂചനകളുണ്ട്. ഉത്തരത്തിലേക്ക് നിങ്ങൾ നയിക്കുന്ന 6 സൂചനകൾ. ഈ സൂചനകൾ ഓരോന്ന് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള ബസർ അമർത്തുക എന്നുള്ളതാണ്. ഇനി വ്യത്യാസം, കഴിഞ്ഞ തവണ 10 മാർക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് തരികയായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. അതായത് ആദ്യത്തെ സൂചനയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ബസർ അമർത്തി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്ക്. രണ്ടാമത്തെ സൂചന പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നതെങ്കിൽ 8 മാർക്ക്. പിന്നീടാണെങ്കിൽ 6 മാർക്ക്, നാലാമതാണെങ്കിൽ 4 മാർക്ക്, അഞ്ചാമതാണെങ്കിൽ 2 മാർക്ക്, ആറാമതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 1 മാർക്ക്. ഒരു തവണ ബസർ അമർത്തി കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ പിന്നീട് അവർക്ക് പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല. എല്ലാം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു, എല്ലാം കൃത്യമാണെന്ന് വിചാരിക്കുന്നു. മനസ്സിൽ എല്ലാം ഉറപ്പിച്ച് ഇനി അതൊക്കെ വിടാം. നമുക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം വിടാം. അതിൻ്റെ നിബന്ധനകൾ മറക്കാം, മാർക്കിനെക്കുറിച്ച് മറക്കാം, മുന്നിലുള്ള സമ്മാനത്തെക്കുറിച്ച് മറക്കാം, എല്ലാം മറക്കാം. ഇനി ഒറ്റ ലക്ഷ്യം, ചോദ്യം കേൾക്കുക, ഉത്തരം തിരിച്ചറിയുക. റെഡി? ഓക്കെ. സോ ആദ്യത്തേത് സൂചന 1. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ട്രൂത്ത്, ലവ് ആൻഡ് എ ലിറ്റിൽ മാലിസ്. ലൈറ പ്രസ് ചെയ്തിട്ടുണ്ട്. ലൈറ, ഇതൊരു നല്ല അവസരമാണ്. നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു. 2 സാധ്യതകളാണ്. ഉത്തരം കൃത്യമാണെങ്കിൽ കിട്ടുന്നത് 10 മാർക്ക്, ഉത്തരം തെറ്റാണെങ്കിൽ കിട്ടുന്നത് 0 മാർക്ക്. അതേസമയം മറ്റുള്ളവർക്ക് വീണ്ടും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. സോ നിങ്ങൾ റെഡിയാണല്ലോ ഉത്തരം പറയാൻ വേണ്ടിയിട്ട്? ഓക്കെ. സോ വാട്ട്സ് യുവർ ആൻസർ? ഖുശ്വന്ത് സിംഗ്. ഖുശ്വന്ത് സിംഗ് പെർഫെക്റ്റ് ആൻസർ ആണ്. 10 മാർക്ക്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. ഇതാണ് മത്സരം, ഇതാണ് മത്സരം, ഇതാണ് മത്സരം. ഓക്കെ. ഇനി ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി 6 സൂചനകൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. സൂചന 1, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ട്രൂത്ത്, ലവ് ആൻഡ് എ ലിറ്റിൽ മാലിസ്. 1974 പത്മഭൂഷൺ ലഭിച്ചുവെങ്കിലും 1984 അത് തിരിച്ചു നൽകി. ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, നാഷണൽ ഹെറാൾഡ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ ആയിരുന്നിട്ടുണ്ട്. 1980 മുതൽ 86 വരെ രാജ്യസഭാംഗമായിരുന്നു. 2014 മാർച്ച് 20 അന്തരിച്ചു. ട്രെയിൻ ടു പാകിസ്ഥാൻ, എ ഹിസ്റ്ററി ഓഫ് ദി സിക്സ്, ഡൽഹി എ നോവൽ എന്നിവ പ്രസിദ്ധ കൃതികളാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സൂചനകളാണ് ഖുശ്വന്ത് സിംഗിനെ കുറിച്ച് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ വെരി ഗുഡ്. ആദ്യത്തെ സൂചന ലഭിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ബസറമർത്തി ഉത്തരം പറഞ്ഞു. കിട്ടിയത് 10 മാർക്ക്. വെരി ഗുഡ്. രണ്ടാമത്തേത് സൂചന ആരംഭിക്കുന്നു ഇവിടെ. 1896 നവംബർ 12 ബോംബെയിൽ ജനിച്ചു. സൂചന 2, കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാതെ തന്നെ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായി. സൂചന 2ഉം ആരും ബസറമർത്തിയിട്ടില്ല. 10 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ഊഴം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ ബസറമർത്തുമ്പോൾ കിട്ടുന്നത് 6 മാർക്കാണ്. നിരവധി സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഖനോപ്പസ് പ്രസ് ചെയ്തിട്ടുണ്ട്. ജെസി ബോസ് ഇസ് എ റോങ് ആൻസർ. സോ ഖനോപ്പസിന് ഇനി പങ്കെടുക്കാൻ സാധിക്കില്ല. ജെമിനി പ്രസ് ചെയ്തിട്ടുണ്ട്. ജെമിനി, വാട്ട്സ് യുവർ ആൻസർ? ഡോക്ടർ സാലിം അലി. ഡോക്ടർ സാലിം അലി, പെർഫെക്റ്റ് ആൻസർ. പെർഫെക്റ്റ് ആൻസർ. ഓൾ റൈറ്റ്. സോ യു ഗോട്ട് 6 മാർക്സ്. 6 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. വിവിധ സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. 1976 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി. ഫാൾ ഓഫ് എ സ്പാരോ ആത്മകഥയാണ്. ഗവേഷണ മേഖല ഓർണിറ്റോളജി ആണ്. ഡോക്ടർ സാലിം അലി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. എഡ്മണ്ട് ഹിലാരി താഴെ ഇറങ്ങി വന്ന സമയത്ത് പത്രക്കാർ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്? അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിരുന്നു. അത് അവിടെ ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അത് അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കീഴടക്കിയത്. എത്രയോ കാലമായി എവറസ്റ്റ് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കീഴടക്കാമോ കീഴടക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കീഴടക്കിയത്. ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 21/5/2013, അതായത് മെയ് മാസം 21-ാം തീയതി 2013 രാവിലെ 10:30 ഒരു വനിത
25 വയസ്സുള്ളൊരു വനിത എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കി. അവരുടെ പേരറിയാമോ? അരുണിമ സിൻഹ അല്ലേ? അത് ഒരു സാധാരണ കീഴടക്കലായിരുന്നില്ല. കാരണം എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എവറസ്റ്റേ നിന്നെ കീഴടക്കി എന്ന് പറഞ്ഞുകൊണ്ട് അമർത്തി ചവിട്ടാൻ അവർക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ ഒരു കാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2011 നടന്ന ഒരു കൊള്ള അല്ലേ, ഒരു ട്രെയിനിൽ നിന്ന് മാല പിടിച്ച് പറിക്കുന്ന സമയത്ത് പുറത്തേക്ക് ചാടി മറ്റൊരു ട്രെയിൻ അവരുടെ ഇടതുകാലും കൊണ്ടുപോയി. അതാണ് അരുണിമ സിൻഹയ്ക്ക് ഒരു കാലായത്. ആ ഒരു കാല് കൊണ്ട് 2 വർഷം കൊണ്ട് 2011 കഴിഞ്ഞ് 2 വർഷം കൊണ്ട് 8000-ലധികം മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്ക് കയറി അതിനെ കീഴടക്കി എന്ന് പറയുന്ന സമയത്ത് അവരുടെ നിശ്ചയദാർഢ്യം, അവരുടെ കോൺഫിഡൻസ്, അവരുടെ അംബീഷൻ, അവരുടെ സ്ഥിരോത്സാഹം അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ടത് അരുണിമ സിൻഹയുടെ മുമ്പിൽ നമ്മൾ ആര്? ഒന്നുമല്ല അല്ലേ. നമുക്ക് 2 കാലുണ്ട്, 2 കൈയുണ്ട്, പക്ഷെ നമുക്ക് എവറസ്റ്റ് പോയിട്ട് അതിൽ ചെറിയൊരു കൊടുമുടിയെ പോലും കീഴടക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകും അല്ലേ. അത് നമ്മളൊരു പാഠമാക്കണം. ആ പാഠമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കഥ പറഞ്ഞത്. വീണ്ടും കനോപ്പസിലേക്ക് ഞാൻ വരുന്നു. ചോദ്യം ഇതാണ്: മനുഷ്യർ സുരക്ഷിതമായ കൂടിനകത്തും മൃഗങ്ങൾ സ്വതന്ത്രമായി അവയുടെ ആവാസ കേന്ദ്രങ്ങളിലും കഴിയുന്ന സംവിധാനമാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം അല്ല. ഈ സംവിധാനത്തിന് സഫാരി പാർക്ക് എന്നാണ് പറയുന്നത്. സഫാരി പാർക്ക് എന്ന് പറയുന്നത് മോളെ, നമ്മൾ ഒരു ബസ്സിനകത്തോ ഒരു കൂടിനകത്തോ നമ്മളെ കൊണ്ടുപോവുകയും മൃഗങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതാണ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. അറിയേണ്ടതായിരുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഒരു അമ്മൂമ്മ പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മൂമ്മയുടെ കൊച്ചുകുട്ടി, പേരക്കുട്ടി അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അമ്മൂമ്മ എന്നെക്കുറിച്ചാണോ എഴുതണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നിന്നെക്കുറിച്ചല്ല ഞാൻ എഴുതുന്നത്, പക്ഷേ ഈ പെൻസിലിന്, ഞാൻ എഴുതുന്ന പെൻസിലിന് നിന്നെപ്പോലെയുള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. അതായത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, ഈ പെൻസിൽ കൊണ്ട് എന്ത് വേണമെങ്കിലും എഴുതാം. എത്ര വലിയ ചിത്രം വേണമെങ്കിലും വരയ്ക്കാം, നല്ല ചിത്രങ്ങൾ വരയ്ക്കാം, മോശം ചിത്രങ്ങൾ വരയ്ക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ക്യാൻവാസിൽ എന്ത് ചിത്രവും വരയ്ക്കാം. എത്ര ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോവാം, എത്ര താഴേക്കും പോവാം. എന്ത് ചിത്രം വരയ്ക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ കാര്യം, പെൻസിലിൻ്റെ ഏറ്റവും വലിയ സൗകര്യം, എഴുതി കഴിഞ്ഞാൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ മായ്ച്ച് അതിന് മുകളിൽ നമുക്ക് കൃത്യമായിട്ട് ശരിയായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. അതുപോലെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റും. ആ തെറ്റ് പറ്റുന്ന സമയത്ത് അത് മായ്ച്ച് തിരുത്തി എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ്, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ധർമ്മമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു പെൻസിൽ എപ്പോഴും നമ്മൾ ഷാർപ്പാക്കിക്കൊണ്ടിരിക്കണം അല്ലേ. കൂർപ്പിക്കുക എന്ന് പറയും നമ്മൾ അല്ലേ. അങ്ങനെ കൂർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു പോകും, ഒക്കെ ഉണ്ടാവും, പക്ഷേ ഷാർപ്പാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഓർമ്മശക്തി, നിങ്ങളുടെ വിജ്ഞാനം എപ്പോഴും ഷാർപ്പാക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ചില ഭാഗങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ അടർന്നൊക്കെ പോകും, എങ്കിൽ പോലും വളരെ ഷാർപ്പായിട്ട് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. അടുത്തത്, നാലാമത്തേത്, പെൻസിൽ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതിനകത്ത് വളരെ ഹാർഡാണ്, പക്ഷേ പുറത്ത് വളരെ സോഫ്റ്റാണ്. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ. പുറത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കണം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൃഢനിശ്ചയമെടുക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു കഴിവ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉള്ളിൽ ഹാർഡായിരിക്കണം എന്നർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ടത്, അഞ്ചാമത്തേത്, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൻസിൽ തീരുന്നതിന് മുമ്പ് ഒരുപാട് കടലാസുകളിൽ ഒരുപാട് അടയാളങ്ങൾ അവശേഷിപ്പിച്ചതിന് ശേഷമാണ് കടന്നു പോകുന്നത്, അവസാനിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം, എന്തായാലും നമ്മളൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും. ആ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരു അടയാളം അവശേഷിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. റൈറ്റ്? പക്ഷേ ആരായിരുന്നു പെൻസിൽ കൊണ്ട് എഴുതുന്നത്? ആരും എഴുതുന്നില്ല, എപ്പോഴും കമ്പ്യൂട്ടറിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിടക്കാം സൈബർ ലോകം. സൈബർ ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാം അല്ലേ. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ലൈറ, ചോദ്യം ഒന്നാമത്തേത് ലൈറയോടാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യക്കാരനായ സബീർ ഭാട്ടിയ 1996 സ്ഥാപിച്ച പ്രസിദ്ധമായ ഇമെയിൽ സർവീസ് ഏതാണ്? ഹോട്ട്മെയിൽ. ഓ, 2 പേരും ഹോട്ടായിട്ടാണ് പറയുന്നത്. ഹോട്ട്മെയിൽ. വെരി പെർഫെക്റ്റ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്, പെർഫെക്റ്റ് ആൻസർ. 106 ഭാഷകളിലാണ് ഹോട്ട്മെയിൽ ലഭിക്കുന്നത്, 106 ഭാഷകളിൽ. രണ്ടാമത്തെ ചോദ്യം ജെമിനിയോടാണ്. ജെമിനി, അസിം പ്രേംജി എന്ന പേര് ഏത് IT കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വിപ്രോ പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അസീം പ്രേംജി ഏത് നാട്ടുകാരനാണെന്ന് അറിയാമോ? എവിടുത്തുകാരനാണെന്ന് അറിയാമോ? ബാംഗ്ലൂരുകാരനാണ് അദ്ദേഹം, അസീം പ്രേംജി. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ബാംഗ്ലൂരുകാരനാണ്. വിപ്രോ അതിൻ്റെ സ്ഥാപകനാണ് അസീം പ്രേംജി. പെർഫെക്റ്റ്. ഓൾ റൈറ്റ്. മൂന്നാമത്തേത് ഖനോപ്പസ്, നിങ്ങളോടുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിലേക്ക് കിടന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങൾ ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളിതൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ചോദ്യം ഇതാണ്. 2000 തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച, ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫീസുകൾ, നികുതികൾ, ബില്ലുകൾ തുടങ്ങിയവ അടയ്ക്കാനുള്ള ഏകജാലക സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. ആ സംവിധാനത്തിന്റെ പേര് എന്താണ്? അക്ഷയ. സോറി, ഇറ്റ് ഈസ് ഫ്രണ്ട്സ്. അടുത്തത് ലിയോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്. പൈത്തോൺ എന്നാൽ പെരുമ്പാമ്പ് എന്നാണ് അർത്ഥം. എന്നാൽ കമ്പ്യൂട്ടർ ലോകത്ത് പൈഥൺ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കമ്പ്യൂട്ടർ ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. അടുത്തത് വീണ്ടും ലൈറയിലേക്ക് തിരിച്ചു വരുന്നു. IBMന്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. IBMന്റെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ന്യൂയോർക്ക്. പെർഫെക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്തത് ജെമിനിയോടാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്. ജെമിനി, വേൾഡ് വൈഡ് വെബിൽ ചിതറിക്കിടക്കുന്ന വെബ് പേജ് അഡ്രസ്സുകളെ ആവശ്യാനുസരണം തിരഞ്ഞു പിടിച്ചു തരുന്ന പ്രത്യേക വെബ്സൈറ്റുകളെ വിളിക്കുന്നത് എന്താണ്? സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഏതൊക്കെയാണ് പ്രശസ്തമായിട്ടുള്ള സെർച്ച് എഞ്ചിൻസ്? ഗൂഗിൾ, യാഹൂ. വെരി ഗുഡ്. ഇനി ഖനോപ്പസ്, വീണ്ടും നിങ്ങളിലേക്ക്. ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര്? പരം. പെർഫെക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. പരം 8000 എന്ന് പറയാറുണ്ട് അല്ലേ? പരം 8000. അതിൻ്റെ ഇംപ്രൂവ്ഡ് വേർഷനാണ് പരം 8800. ഇത് എപ്പോഴാണ് ഇവിടെ നമ്മൾ ഭാരതത്തിൽ പരീക്ഷിച്ചു തുടങ്ങിയതെന്ന് അറിയാമോ? ഭാരതം പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിക്കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ ഇറക്കുമതി നിർത്തിയ സമയത്ത് ഭാരതം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ടാണ് പരം എന്ന് പറയുന്ന ഈ വിഭാഗം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഓൾറൈറ്റ്. വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, ലിയോയിലേക്ക്. ചോദ്യം ഇതാണ്. 1024 മെഗാബൈറ്റിന് പറയുന്ന പേര്? 1 GB. അതിന്റെ മുഴുവൻ പേരെന്താണ്? ഗിഗാബൈറ്റ്. ഗിഗാബൈറ്റ്. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. 1 GB. ഓക്കെ. അപ്പോൾ 8 ചോദ്യങ്ങൾ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട 8 ചോദ്യങ്ങൾ കഴിഞ്ഞു.